ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ പ്രതീക്ഷയാണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ ഫസ്റ്റ് 2022 ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. ആ സമയങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അന്നേരം എൻ്റെ മമ്മി വന്ന സമയത്ത് മമ്മി എടുക്കുന്നത് കൊണ്ട് മാത്രം ഞാനും ഉടമ്പടി എടുത്ത് തിരികെ പോയി. അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് വന്നെടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2025 എനിക്ക് എൻ്റെ മകനിലൂടെ കിട്ടിയൊരു സൗഖ്യത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ഒരു വൈകുന്നേരം സമയത്ത് ഇവന് പെട്ടെന്ന് ഒരു ജലദോഷം വരികയും രാത്രി ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് ശ്വാസം മുട്ടലും അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവന് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഇൻഹേലറൊക്കെ വലിച്ചു കൊടുത്തു. കൊച്ചിനോട് കടന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇവനിങ്ങനെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തായപ്പോഴത്തേക്കും കൊച്ചിന് കുറയുന്നില്ല. പക്ഷേ ഇവന് കാണുമ്പോൾ അവന് അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് നെബുലൈസേഷനൊക്കെ എടുത്തിട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള അമല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി വേഗം കാഷ്വാലിറ്റി കാണിച്ചു. അവർ വേഗം നോക്കിക്കഴിഞ്ഞ് ഞാൻ ചീട്ടെടുത്ത് വന്നപ്പോഴത്തേക്കും ഇവർ കൊച്ചിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഞാൻ കൊച്ചിനെ കാണാണ്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് ഇവർ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, കൊച്ചിന് ഇച്ചിരി ക്രിട്ടിക്കലാണ്, കൊച്ചിനെ നമുക്ക് വേഗം ICUയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. വീട്ടിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന കൊച്ചാണ്, പെട്ടെന്ന് എന്താണ് ഇവനിങ്ങനെ പറ്റിയെന്ന് ഓർത്ത് എനിക്കും അതാകെ ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഹസ്ബൻഡിനെ വേഗം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, കുഴപ്പമൊന്നും ഇല്ലാണ്ടല്ലേ നമ്മളിവിടെ വരെ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇവന് പെട്ടെന്ന് സാച്ചുറേഷൻ കുറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഇവർ വേഗം PICUയിലേക്ക് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ICUയിൽ കയറി ഞങ്ങളിരുന്നു. കൊച്ചിന് ഓക്സിജനൊക്കെ കൊടുത്ത് അവരിരുത്തി. ഒരു ഉച്ചയോടുകൂടി ഇവർ പെട്ടെന്ന് ഡോക്ടർമാർ വരുന്നു, കൊച്ചിൻ്റെ അടുത്ത് വട്ടം കൂടുന്നു, കൊച്ചിന് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. കൊച്ചിൻ്റെ ഓക്സിജൻ്റെ അളവ് 76, 78 ആ റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കൊച്ചിനൊരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ മാസ്ക് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു, എയർവോ കണക്ട് ചെയ്യുന്നു, ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ICUയിലുണ്ടായിരുന്ന ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, നമുക്ക് വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഒരു സമയം നമ്മൾ കേൾക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടപ്പോൾ നമ്മൾ ആകെ ഒരു തകർന്ന ഒരവസ്ഥയിലായിരുന്നു. നടത്തിക്കൊണ്ട് വന്ന കൊച്ചിനെ പെട്ടെന്ന് ഒരു ഉച്ചയോടുകൂടി വെൻറ്റിലേറ്ററിലേക്കൊക്കെ മാറ്റുക എന്ന് പറയുമ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഡോക്ടർ തന്നെ ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടേക്ക് വരണം എന്ന് പറയും. എനിക്ക് എന്ന് വെച്ചാൽ ഒരു സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കായി പോയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. വീട്ടിലേക്ക് വേഗം വിളിച്ച് പറഞ്ഞു, വീട്ടിൽ നിന്ന് നമ്മുടെ ഉടമ്പടി തൈലവും എല്ലാം എടുത്തിട്ട് വന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇവരെത്തിച്ചു. ഞാൻ എന്നിട്ട് ICUയിൽ കയറി. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, അമ്മ നിങ്ങൾ കൊച്ചാണെങ്കിൽ ആകെ ഒരു പാനിക്കായിട്ട് വെപ്രാളം കാണിക്കുന്നവന് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവർ കണക്ട് ചെയ്തിട്ട് അവനത് ഓക്കെ ആവുന്നില്ല. അതാണ് ഇവർ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാമെന്ന് പറയുന്നത്. പക്ഷെ ഇവൻ അതിന് ഒരു തയ്യാറാവുന്നില്ല. ഇവൻ ഇറങ്ങിപ്പോകാൻ നോക്കുന്നു, എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അമ്മ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് ഡോക്ടർ, എനിക്ക് ഒരു 5 മിനിറ്റ് താ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കാശ് രൂപ എടുത്തിട്ട് അവൻ്റെ നെഞ്ചിൽ ഞാൻ ഒട്ടിച്ച് വെച്ചു. അതിനുശേഷം ഈ തൈലെടുത്ത് മൊത്തം ഞാൻ കൊച്ചിനെ തൂത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെന്താ കാണിക്കുന്നത്, ഈ സമയത്ത് എന്താ ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു 5 മിനിറ്റ്. അതുവരെ ഡോക്ടർ ആ ഓക്സിജൻ്റെ മാസ്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ പറഞ്ഞു ഡോക്ടറോട്. അങ്ങനെ ആ ഓക്സിജൻ മാസ്ക് വെക്കുന്ന സമയത്ത് ഇവന് 76 റെഡ് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നേരമായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഒന്ന് കൊച്ചിനൊരു സപ്പോർട്ട് കൊടുക്ക്, ഒരു 5 മിനിറ്റ് നേരത്തെ അത് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ അത് സമ്മതിച്ച് ഞാൻ തൈലവും പൂശി ഇത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് 76 എന്നുള്ളത് 78ലേക്ക് മാറി. അത് 80 ആയി. അങ്ങനെ കൊച്ചിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂടിക്കൂടി വന്നു. പിന്നെ കൊച്ച് ആ മാസ്ക് വെച്ചിട്ടാണ് ICUന്ന് ഇറങ്ങുന്ന വരെയും അവൻ ആ സാധാ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണ് ICUയിൽ കടന്നതും ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി പോകുന്നു. ഒരു വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് എൻ്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞങ്ങളുടെ ടൗണിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ടൗണിൽ നിന്നും കുറച്ച് വിട്ട് മാറിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും അതിൽ വരുമ്പോൾ ആഗ്രഹിക്കും, വെറുതെ ആണെങ്കിലും ആഗ്രഹിക്കും ഇവിടെ ഇത്തിരി വാങ്ങാൻ പറ്റിയായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥലം കൊടുക്കാൻ, എല്ലാം വിറ്റ് പോയതാണെന്നാണ് നമ്മൾ ബ്രോക്കർമാരെ കൊണ്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാനിടയായത്. എങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെറുതെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ വെറുതെ ഉടമ്പടിയിൽ എഴുതി വെച്ചു, അമ്മേ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എനിക്കൊരു സ്ഥലം മേടിക്കാൻ പറ്റണേന്ന് ഞാൻ എഴുതി വെച്ചു. ഇവിടുന്ന് പോയി 7ാമത്തെ ദിവസം എനിക്ക് ഞാൻ ആഗ്രഹിച്ചിടത്ത് അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലമായിരുന്നു, അവർ കൊടുക്കാൻ തയ്യാറായി. ഞാൻ 7ാമത്തെ ദിവസം അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു. നാളെ അതിൻ്റെ പേപ്പർ എല്ലാം ക്ലിയറായി, നാളെ അതിൻ്റെ ഇത് നടത്തുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വയനാട്ടിലൊരു ഷോപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ലാണ്ട് ഞങ്ങളത് വിറ്റൊഴിവാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എന്ത് വന്നാലും ഓരോരോ തടസ്സങ്ങൾ കാരണം അത് വിറ്റ് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എഴുതി വെച്ചിരുന്നു, അമ്മേ ഞങ്ങൾക്കത് എങ്ങനെയും അതൊന്ന് വിറ്റൊഴിവാക്കി തരണം, അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുവഴി ആ കടയുടെ ഉടമസ്ഥർ തന്നെ ആ കടയിലുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം അവർ തന്നെ എടുത്ത് നമുക്കങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ എൻ്റെ കുഞ്ഞിനൊരു വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുമായിരുന്നു. അപ്പോൾ കൊണ്ടത് കാണിച്ചപ്പോൾ ഒക്കെ അപ്പൻഡീസിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. 2 മെയിൻ ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചു, 2 പറഞ്ഞു അത് സർജറി ചെയ്യുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചു കിടക്കുന്നതിൻ്റെ ബെഡിൻ്റെ അടിയിൽ നമ്മുടെ ഉടമ്പടി പത്രം വെക്കും, പിന്നെ എണ്ണ എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറുടെ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേദന സഹിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു അപ്പൻഡിക്സും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ, അത് തന്നെ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതിച്ചോറുണ്ടാക്കി റോഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക്, വിശന്നിരിക്കുന്നവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനെ എല്ലാ മാസവും ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് മേടിക്കുന്ന ഉടമ്പടി പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിൽ വരണമെന്ന് ആരാഗ്രഹം പറഞ്ഞാലും ഞാൻ അവരെ പൈസ കൊടുത്ത് സഹായിക്കും ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. നയന ബിജു എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിന് വേണ്ടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഏറ്റവും ക്ലേശകരമായ ഒരു ജീവിത സാഹചര്യ അവസ്ഥയിൽ ഉടമ്പടി നേർച്ചവസ്തുവായ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്തൊട്ടിക്കുകയും ചെയ്തതിലൂടെ ഗുരുതരമായ രോഗാവസ്ഥയെന്ന് ഡോക്ടർമാർ പറഞ്ഞിടത്തു നിന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് സമയച്ചുരുക്കം മാതാവിൻ്റെ സഹായത്താൽ കുഞ്ഞ് നയിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഉടമ്പടി എപ്പോഴും നമുക്കൊരു ഉറപ്പാണ്. അമ്മ മാതാവ് തിരുക്കുമാരനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിത പ്രതിസന്ധിയുടെ വിഷയത്തെ ഏറ്റെടുക്കുകയും അതിന് നമ്മൾ എത്ര കണ്ട് വിശ്വസ്തതയുള്ള വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമോ അതനുസരിച്ച് ദൈവികമായ ശക്തമായ പ്രവൃത്തികളിലൂടെ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തും എന്നുള്ളതിന് സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ച രോഗസൗഖ്യത്തിൻ്റെ ഓരോ സാക്ഷ്യത്തിലും അമ്മ മാതാവിലുള്ള പൂർണ്ണമായ ആശ്രയത്വം, അതിലൂടെ ലഭിക്കുന്ന രോഗത്തിൻ്റെ ശമനവും നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സ്ഥലസംബന്ധമായ വിഷയവും ഒരു കടസംബന്ധമായ വിഷയത്തിലും അതുപോലെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഭാരങ്ങൾ മുഴുവനും മാറ്റിക്കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റവും ലഘൂകരിച്ച് ശുഭകരമാക്കി അനുഗ്രഹിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടിയിൽ നമ്മൾ എത്ര കണ്ട് ജീവിതത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ അത് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം, അവിചാരിതമായ ജീവിത പ്രശ്നങ്ങൾക്ക് ഉടനടി അമ്മ മാതാവിൻ്റെ ഇടപെടൽ, ഏറെ ഭാരപ്പെടുമെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അത് നിസ്സാരമായി മാറ്റിത്തന്നുകൊണ്ട്
അമ്മ കൂടെയുണ്ട് എന്ന ഉറപ്പ് നമുക്ക് നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.